LDF-നെ പ്രതികരിച്ച് CPM-ന്റെ സംസ്ഥാന സമിതി അംഗം ശ്രീമതി ചിന്താ ജെറോം നമുക്കൊപ്പം ഇടത് നയം വിശദീകരിക്കാൻ, വികസന നേട്ടങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ നമുക്കൊപ്പം ഉണ്ട്. ജനങ്ങൾ ഇടതുപക്ഷത്തിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും തിരിച്ചു നൽകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ദൃശ്യമായി നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിശപ്പ് രഹിത നഗരമായി 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതി മുതൽ ഹൈടെക് ആക്കിയ അംഗനവാടികൾ മുതൽ നമ്മുടെ കോർപ്പറേഷൻ തന്നെ സ്വന്തമായ IT പാർക്ക് തുടങ്ങി. എന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ടൗൺ ഹാൾ നവീകരണത്തിൽ 1,97,00,000 രൂപയുടെ കരാർ ടെൻഡർ വിളിക്കാതെ ഒരു കമ്പനിക്ക് നൽകി എന്നുള്ള വളരെ വലിയ ഒരു ഗുരുതരമായ അഴിമതി. ഈ ടെൻഡർ ഇല്ലാതെ ഇപ്പോൾ ഒരു പദ്ധതി മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആക്ഷേപങ്ങൾ നഗരസഭയ്ക്കെതിരെ ഉണ്ടോ? അങ്ങനെ യാതൊരു ആക്ഷേപവും കൊല്ലം നഗരസഭയെ സംബന്ധിച്ചില്ല. സംസാരിക്കുന്ന രേഖ നിങ്ങൾ അത് വായിച്ചു നോക്കൂ. ഞാൻ അതിന് മറുപടി പറയാം. ഒരു വിജിലൻസ് കേസ് കൊടുക്കാൻ എന്തായിരുന്നു തടസ്സം? പിണറായി വിജയന്റെ വിജിലൻസിനെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്, നിങ്ങൾക്കത് നിയമപരമായി നേരിടാം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. അഴിമതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയമുള്ള കാര്യമല്ല. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കൊല്ലം ഫെസ്റ്റിന്റെ ഓഡിറ്റിംഗിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്തുവാ, നിങ്ങൾ ഒരു കുതിരയെ കൊണ്ടുവന്നു. എങ്ങനെ നിങ്ങൾ കുതിരയെ കൊണ്ടുവന്നത്? ഒരു ബൈക്കിന്റെ പുറകിൽ കുതിരയെ കൊണ്ടുവന്നത് ഓഡിറ്റ് റിപ്പോർട്ടുള്ള നാടായത്. ഈ ടൗൺ ഹാൾ കോർപ്പറേഷന് തന്നെ സ്വന്തമായി അത് മനസ്സിലാക്കണം. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന നിവാസിയാണ്. എനിക്ക് അവിടെ ഒരു വികസനവും കണ്ടിട്ടില്ല. ഇന്നും ഇരുട്ടിന്റെ മറവിലാണ് സ്ത്രീകൾ പോയിട്ട് ബാത്റൂം സൗകര്യം ചെയ്തത്. അല്ലാതെ വേറെ അവിടെ ഒന്നും കെട്ടിക്കൊണ്ടിട്ടില്ല. ബാത്റൂം ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.